കുൽസിതമായ കഥകളുടെ പിന്നാലെ പോകാതെ ഭാഗവതമാകുന്ന അമൃതം പാനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും കണ്ടമംഗലം മീഡിയ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഭാഗവതം അറിയാനും പഠിക്കാനും ഉള്ള നിങ്ങളുടെ അതിയായ ആഗ്രഹത്തെ ഞാൻ നമിക്കുന്നു. ഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഈ ഭാഗവതത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ചിന്ത വരാനുള്ള കാരണം. കഴിഞ്ഞ വീഡിയോയിലായിട്ട് പ്രഥമ സ്കന്ധത്തിലെ 1, 2, 3 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. തുടർന്നതാ 4-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭാഗവതം തുടങ്ങുന്നത് തന്നെ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന സംവാദത്തോടു കൂടിയാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഈ പറയുന്നതിനെയാണ് സൂതശൗനക സംവാദം എന്ന് പറയുന്നത്. ആ നൈമിഷാരണ്യത്തെക്കുറിച്ചാണ്, അവിടെ നടക്കുന്ന ആ പരിപാടിയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 4-ാമത്തെ ശ്ലോകം നോക്കിയിട്ട് അതിൻ്റെ തത്വങ്ങളിലേക്ക് കടക്കാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാതയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഒന്നുകൂടി ജപിക്കാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാതയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഇവിടെ ഈ നൈമിഷേ എന്ന് കഴിഞ്ഞിട്ട് ഒരു എഫ് പോലെയുള്ള, ഞാൻ സാധാരണക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അവിടെ ഇങ്ങനെ എഫ് പോലെയുള്ള ഒരു ചിഹ്നം കാണാം. നമ്മൾ പല തരത്തിലുള്ള ശ്ലോകങ്ങൾ ജപിക്കുമ്പോഴും അതിനെ ആ എന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് ഒന്നിച്ച് ജപിക്കുമ്പോൾ നമുക്ക് ആന്ന് അവിടെ ശബ്ദം അതിൽ അവിടെ ആയാണെന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് അവിടെ ആ ചിഹ്നം കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? നൈമിഷേ നിമിഷക്ഷേത്രേ, അനിമിഷക്ഷേത്രേ എന്നുള്ള ആ ഒരു ഇതിലാണത് പാരായണം ചെയ്യുക. അപ്പോൾ അതൊന്നിച്ച് പറയുമ്പം ഇങ്ങനെ പറയണം: നൈമിഷേ നിമിഷക്ഷേത്രേ, നൈമിഷേ അനിമിഷക്ഷേത്രേ. അങ്ങനെയാണത് വരുന്നത്. ഋഷയ ശൗനകാതയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഈ 2 വിസർഗം, 2 കുത്ത് ഉള്ളത് തന്നെ ഹ എന്നാണ്. സംസ്കൃതത്തിൽ ഉള്ള പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെയാണ്. ഋഷയ അവിടെ വിസർഗം. അപ്പോൾ അവിടെ സാധാരണ നമ്മൾ ജപിക്കുമ്പോൾ പൊതുവെ എല്ലാ ഋഷയ ഹ അങ്ങനെ ജപിക്കാറുണ്ട്. അപ്പം അങ്ങനെ ജപിക്കുക, അല്ലെങ്കിൽ ആ വിസർഗമായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഋഷയ, ആ ഒരു പെട്ടെന്ന് ഇടുന്ന ഒരു മുകളിൽ നിന്ന് താഴോട്ടൊക്കെ ഇടുന്ന മാതിരി. അപ്പോൾ അങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാതയ. ആ വിസർഗത്തിന് അങ്ങനെയാണ് പാരായണം ചെയ്യുക. സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഈ 2 വരിയാണ് 4-ാമത്തെ ശ്ലോകം, പ്രഥമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. നൈമിഷേ, നൈമിഷം എന്ന് പേരായ അനിമിഷക്ഷേത്രേ, അനിമിഷക്ഷേത്രേ. കണ്ടോ അവിടെ എഫ് എന്നുള്ളത് നേരത്തെ പറഞ്ഞത് അനിമിഷക്ഷേത്രേ. അവിടെ അപ്പം പദാനുപദമായിട്ട് പറയുമ്പോൾ അനിമിഷക്ഷേത്രേ, വിഷ്ണു ക്ഷേത്രത്തിൽ, ശൗനകാതയ ഋഷയ, ഇങ്ങനെയുള്ള അവിടെയൊക്കെ വിസർഗങ്ങളുണ്ട്. ഒക്കെ ഓരോ പദമായിട്ടാണ്. ശൗനകാദി മഹർഷിമാർ സ്വർഗായ ലോകായ, ഹരിപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, സഹസ്രതമം 1000 സംവത്സരം നടത്തേണ്ടതായ സത്രം, സത്രം എന്ന യാഗം, ആസത അനുഷ്ഠിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അന്യം. നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകാദി മഹർഷിമാർ ഭഗവത് പ്രാപ്തിക്കായിക്കൊണ്ട് 1000 വർഷം നീണ്ടുനിന്ന ആ ഒരു സത്രം ആരംഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം നൈമിഷാരണ്യത്തിന് ആ പേര് എങ്ങനെയാണ് ലഭിച്ചത്? ഗോമതി എന്ന നദിയുടെ സമീപത്ത് ഉള്ള ഒരു പുണ്യഭൂമിയാണ് നൈമിഷാരണ്യം. ദ്വാപരയുഗത്തിൻ്റെ അവസാന നാളുകളിൽ ദീർഘദർശികളായ ഋഷിവര്യന്മാർ ബ്രഹ്മാവിൻ്റെ അരികിലെത്തി.
കലിയുഗ ദോഷ പരിഹാരത്തിനുള്ള മാർഗങ്ങൾ അദ്ദേഹത്തോടായിട്ട് ചോദിച്ചു. ബ്രഹ്മാവാകട്ടെ അവർക്കൊരു ചക്രം നേമി നൽകി എന്ന് പറഞ്ഞാൽ ഒരു ചക്രം നൽകി. ആ ചക്രം എവിടെയാണോ പതിക്കുന്നത് അവിടെ വെച്ച് യജ്ഞാദി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവരോട് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് കലിദോഷത്തിനുള്ള പരിഹാരങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു. ബ്രഹ്മാവ് സമ്മാനിച്ച ആ ആ ചക്രം എന്ന് പറഞ്ഞാൽ ചക്രം, അത് ചെന്ന് വീണത് ഒരു വനഭൂമിയിലായിരുന്നു. അങ്ങനെ ആ വന്ന് പതിച്ച സ്ഥലത്തെയാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ നൈമിഷാരണ്യത്തിലാണ് ശൗനകാദി മഹർഷിമാർ എത്ര വർഷം 1000 വർഷങ്ങളോളം നീണ്ടു നിന്ന യാഗം സത്രം നടത്തി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ഓരോരോ ശ്ലോകങ്ങൾ നമ്മൾ പദാനുപദമായിട്ടും വിസ്തരിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. ഇത് പറഞ്ഞു തരുന്ന എന്നെ സംബന്ധിച്ചും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും ഒരുപാട് ഗുണങ്ങളാണ്. കാരണം കൂടുതൽ ആഴത്തിൽ ഭാഗവതത്തെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പല സംശയങ്ങളും ദൂരീകരിക്കാൻ ഈ വീഡിയോ ഒക്കെ കാരണമായി തീരും. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സത്സംഗങ്ങൾ, പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ. ഭാഗവതം തന്നെ തുടക്കത്തിൽ പറയുന്നു, അസാരേ സംസാരേ വിഷയവിഷസംഘാകുലധിയാ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം വിപതശുഗാധാതുലസുധാം. ഈ സംസാരസാഗരത്തിൽ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യർ, അവരോടായിട്ടാണ് ഭാഗവതം പറയുന്നത്. ആരാ ഈ വിഷയസുഖത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത്? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. വേറെ ആരുമില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓരോരോ വിഷയങ്ങൾ അതിൻ്റെ പിന്നാലെ, അതാണ് കേമെന്ന് വിചാരിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ആൾക്കാരോടായിട്ട് ഭാഗവതം പറയുകയാണ്, പിപതശുഗാധാതുലസുധാം. കിമർത്ഥം, എന്ത് ഒരു അർത്ഥമില്ലാത്ത വ്യർത്ഥമാക്കുന്ന തരത്തിലുള്ള ആൾക്കാരോട് നമ്മളെ പറയണത്. വ്രജത കുപഥേ കുത്സിത കഥേ, അതിന് കേവന്മാരാണ് നമ്മളെല്ലാവരും. വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും ദോഷം പറയാനൊക്കെ കേവന്മാരാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വേണ്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വിലപ്പെട്ട ജീവിതത്തിൽ ഓരോ നിമിഷം വിലപ്പെട്ടതാണ്, മൂല്യമുള്ളതാണ്. നമ്മുടെ ഓരോ സമയം മൂല്യമുള്ളതാണ്. അത് മനസ്സിലാക്കാണ്ട് ഒരു ആവശ്യമില്ലാത്ത കുൽസിതമായ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം വേസ്റ്റാക്കി കളയുക. അത് ചെയ്യാണ്ടേ ഭാഗവതമാകുന്ന അമൃത് നുകരൂ എന്ന് ഭാഗവതം തന്നെ നമ്മളോട് പറയുക. അതിന് സാക്ഷിയായിട്ട് പരീക്ഷി സാക്ഷി ശ്രവണഗതമുക്തിയുക്തി കഥനെ. ആ പരമമായ മുക്തി ലഭിക്കണമെങ്കിൽ ഭാഗവതത്തെ ആശ്രയിക്കൂ എന്ന് ഭാഗവതം പറയുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാൻ വരുന്നവരൊക്കെ ഭാഗവതമാകുന്ന സന്ദേശം മനസ്സിലാക്കി. കാരണം അനവധി വിഷയങ്ങളുണ്ട്, അതൊന്നും കാണാണ്ട് ഈ ഭാഗവതം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ വന്ന ആ സജ്ജനങ്ങളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഈ ചാനൽ എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഭാഗവതത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ദിവസവും ഓരോ വീഡിയോ, അതുപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്താൽ ഇവിടെ ദിവസവും പോസ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പം ഏതെങ്കിലും ഒന്ന് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അതൊന്ന് എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം തുടർച്ചയായിട്ട് ഭാഗവതം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.